ഹലോ, എല്ലാവർക്കും ശ്രീദേവി കപ്പള്ളി റോസിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി കെമിക്കലില്ലാണ്ട് എങ്ങനെ പെട്ടെന്ന് നമുക്ക് കളർ ചെയ്യാം എന്നുള്ള രീതിയാണ്. കളർ ചെയ്യുന്നത് നമ്മൾ ബർഗണ്ടി കളറൊക്കെ നമ്മൾ പുറത്തു പോയി ചെയ്യത്തില്ലേ, അപ്പോൾ അത് തന്നെ വീട്ടിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാനിന്ന് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് 2-3 ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം കൂടുതൽ ആളുകളും നമുക്ക് കൂടുതൽ ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തായാലും കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ കെമിക്കൽ ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കളർ വരുത്താനുള്ള ഒരു ഇതാണ്. അപ്പോൾ നരച്ച മുടിയുണ്ടെങ്കിൽ അതും നമുക്ക് ബ്രൗൺ കളറാവും. അതായത് ഞാൻ ചെയ്യുന്നത് ബർഗണ്ടി കളറാണ് എനിക്ക് ഇഷ്ടം. അപ്പം ഞാൻ അതുകൊണ്ട് ആ ഒരു ഹെന്ന കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാനിപ്പം അത് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതായത് അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ അറിയാമോ, മുടി കൂടുതൽ സോഫ്റ്റ് ആവും. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ മുടി അതിനുള്ള സാധനങ്ങളൊക്കെയാണ് അതിൽ ചേർത്തേക്കുന്നത്. സാധാരണ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കളറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മുടി അങ്ങനെ ഫ്രിസ്സി ആവും. അപ്പോൾ അതൊന്നുമല്ല, മുടി സോഫ്റ്റ് ആണല്ലോ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല മുടി നല്ല ഭംഗി കിടക്കുന്നുണ്ട്. അല്ല, എൻ്റെ മുടി ചുരുണ്ട മുടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളറും കൂടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല സ്ട്രൈറ്റ് ചെയ്ത പോലെ കിടപ്പുണ്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോകല്ലേ. അപ്പോൾ ദയവായിട്ട് എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഞാൻ വീണ്ടും പറയുക, ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു നാച്ചുറൽ ഹെയർ കളർ നമ്മുടെ തലക്ക് മുടിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതായത് റെഡ് കളറൊക്കെ നമ്മുടെ പുറത്തൊക്കെ പോയി നമ്മൾ ചെയ്യൂലേ, കളറൊക്കെ ചെയ്യത്തില്ലേ. അപ്പോൾ അത് കെമിക്കലൊന്നും ഇല്ലാണ്ട് നാച്ചുറലായിട്ട് എങ്ങനെ ചെയ്യും, അതാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറുണ്ടാവും മുടിക്ക്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ നീലയമരിയൊക്കെ ഇട്ട് മുടി കറുപ്പിക്കുന്നത്. അപ്പം നമ്മൾ മുടിക്ക് നല്ല കളറ്, ബ്യൂട്ടി പാർലർ നമ്മൾ കളർ ചെയ്ത് വരത്തില്ലേ, അങ്ങനെ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പം വേറെ കെമിക്കലൊന്നും ഇല്ലാണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് നമ്മുടെ മുടി നല്ല കളറ്, ബ്രൗൺ കളർ, ഈ ബർഗണ്ടി കളറൊക്കെ ആകത്തില്ലേ, അതെങ്ങനെയാണ് ചെയ്യണതെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം നമ്മുടെ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനപ്പോൾ ചെറിയ പീസായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാമേ. അപ്പം ഇതിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം, നമുക്ക് ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേകണേ, അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് നമ്മുടെ ചായപ്പൊടി ഉണ്ടോ, ഇത്രയും ഇട്ട് നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ലൊരു ഹെയർ കളർ, നമ്മുടെ റെഡ് കളർ നമ്മൾ പുറത്ത് പോകാണ്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ തലക്ക് ഒരു ബർഗണ്ടി കളർ കിട്ടും. അപ്പോൾ എനിക്കിഷ്ടം കേട്ടോ ആ കളറ്. എനിക്ക് അങ്ങനത്തെ കളറ് തലക്ക്, എന്താ പറയുക, മുടിക്ക് അങ്ങനത്തെ കളർ എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നൊന്നപ്പോൾ കളർ ചെയ്യാമെന്ന് വിചാരിച്ചു മുടിക്ക്. അപ്പോൾ നമുക്ക് പലരും മുടിക്ക് കളർ നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് മുടിക്ക് കളറ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് കുറച്ച് ബീറ്റ്റൂട്ട് അരിയുക, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ചായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ ഇതിലോട്ട് കുറച്ച് ഈ മുടിക്ക് തണുപ്പൊന്നും, നമുക്ക് തലക്ക് തണുപ്പ് കുഴപ്പമില്ലാത്തവരാണെങ്കിൽ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കട്ടെ മുടിക്ക്. അപ്പോൾ ഈ നമ്മുടെ ഈ ടിപ്സ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മുടിക്ക് കൂടുതൽ മുടി വളർച്ചയൊക്കെ ഉണ്ടാവേ ഉള്ളൂ. അപ്പോൾ നല്ല
അല്ലാണ്ട് മുടിക്ക് നമുക്ക് വേറെ ഒരു ദോഷവും ഉണ്ടാവില്ല. അപ്പോൾ ഹെന്ന ചെയ്യണതുകൊണ്ട് നമുക്ക് മുടിക്ക് അത്രയും നല്ലതാണ്. പോരാതെ ബീറ്റ്റൂട്ടൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും, മുടിക്കൊക്കെ നല്ല ഇത് വരുന്നതാണ്. അപ്പോൾ നല്ല ന്യൂട്രീഷ്യൻസ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്ന ഹെന്നയും ബീറ്റ്റൂട്ടും ഒക്കെ. അപ്പോൾ തണുപ്പ് കുഴപ്പമില്ലാത്തവർക്ക് കുറച്ച് നമ്മുടെ ഇതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അല്ലാത്തവർ ഇത്രയും മാത്രം ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ഈ വെള്ളത്തിൽ വേണം നമ്മുടെ ഹെന്നയൊക്കെ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ചെറിയ തീയിൽ ഒന്ന് വേകണ വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേ. നമ്മുടെ നമ്മുടെ ബീറ്റ്റൂട്ടൊക്കെ അതേ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചായപ്പൊടി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ. അപ്പോൾ ചെറിയ ചൂടോടുകൂടി നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തില്ലേ കേട്ടോ, അതിൻ്റെ നിറം നോക്കിക്കേ കേട്ടോ, നല്ലൊരു കളറായി. അപ്പോൾ നമുക്കത് ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്തായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 2-3 സാധനങ്ങൾ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണം. അതിലാദ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈര് കണ്ടോ, തൈരിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീര്. അപ്പോൾ ചെറുനാരങ്ങയുടെ നീരൊന്നും അധികം വേണ്ട കേട്ടോ. നമ്മൾ തൈര് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ല കളറ് കിട്ടും. പിന്നെ നമ്മൾ ചെറുനാരങ്ങ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ എടുക്കുക. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ബെഞ്ചാറാസിൻ്റെയാണ്. ഇതാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. എന്നിട്ടിത് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അധികം ലൂസും ആകാൻ പാടില്ല, എന്നാലേ നമ്മൾ മുടിമേൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒഴുകും പരട്ടുമ്പോഴേ. അപ്പോൾ ആ ഒരു രീതിക്ക് വേണം നമ്മളത് പരട്ടാനായിട്ട്. നമ്മുടെ കട്ടൻ ചായയും ബീറ്റ്റൂട്ടും തൈരും ചെറുനാരങ്ങയൊക്കെ നമ്മുടെ മുടിക്ക് നല്ലൊരു കളറ് കിട്ടും. മുടി കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്താൽ മതി, നല്ല അടിപൊളി കളറായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഇരിക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് വിചാരിച്ച റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ഒക്കെ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമുക്കിത് നമ്മുടെ
മുടി കളർ ചെയ്യാനുള്ള പാക്കൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. അതിന് മുമ്പ് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ആ ചടയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലതായിട്ടൊന്ന്. അപ്പോൾ ഇത് നമ്മൾ കളർ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, മുടിക്ക് നല്ല എന്താ പറയുക, ഈ കളർ ചെയ്യണത് ഹെന്ന ചെയ്യണത് മുടിക്ക് അത്ര നല്ലതാണ്. പിന്നെ നമ്മൾ കളർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ബീറ്റ്റൂട്ടൊക്കെയാണ് നമുക്ക് ഇട്ടേക്കുന്നത് ഇതിൻ്റെ അകത്തോട്ട്. അപ്പം നാച്ചുറലായിട്ട് നമുക്ക് ഹെയർ കളറ് വീട്ടിൽ തന്നെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഇതാണ്. അപ്പം കെമിക്കലൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാം. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ കളർ ഇഷ്ടം കേട്ടോ. ഈ ബർഗണ്ടി കളർ എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ വിചാരിച്ചിരുന്നൊന്ന് ട്രൈ ചെയ്യാം. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇവിടെ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ എപ്പോഴും. എന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ കുറച്ച് നരച്ച മുടിയുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞാൻ അവിടെ മാത്രം ചെയ്ത് നോക്കും. ഇതിപ്പോൾ ഞാൻ നല്ല ക്വാണ്ടിറ്റിക്കാണ് എടുത്തേക്കുന്നത്. അപ്പം നല്ലതായിട്ട് ഇടാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിലോട്ട് മുഴുവൻ ഇങ്ങനെ അങ്ങോട്ട്. അപ്പം ഞാൻ എന്താ പറയുക, എൻ്റെ കൈ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഗ്ലൗസ് ഒന്നും ഇടാണ്ടാണ് കയ്യിൽ. ഇപ്പോൾ ചുമന്ന് ഇതാവും, അത് സാരമില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കണേ. അങ്ങനെ നമ്മുടെ മുടിയിൽ എല്ലായിടത്തും നമ്മൾ ആക്കി കൊടുക്കണം. വെക്കായി ടയലയിലോട്ടൊക്കെ വീണാലേ റെഡ് കളറാവും. അപ്പോൾ നമ്മളിതിൽ ബീറ്റ്റൂട്ട് ഇട്ടേക്കണോണ്ട് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഡ്രൈ ആവത്തില്ല, നല്ല സ്മൂത്തായിട്ട് നമ്മുടെ ഇരിക്കും. അതാണ് നമ്മൾ ബീറ്റ്റൂട്ട് ഇടുന്നതിനുള്ള ഗുണം. 2 ഗുണമുണ്ട്. ഒന്ന് നമുക്ക് കളറും കിട്ടും, പിന്നെ സ്മൂത്ത് ആവുകയും ചെയ്യും. എൻ്റെ കൈയൊക്കെ നോക്കിക്കേ, റെഡ് കളറായി. അപ്പോൾ നമ്മൾ നല്ല ബർഗണ്ടി കളറാവും ചെയ്തു വരുമ്പോൾ. അതിന് മുമ്പ് തന്നെ ഇവിടെയും കൂടെയൊക്കെ തേച്ചേക്കട്ടെ. അപ്പം ഞാൻ രാവിലെ 11 മണിയായിട്ട് ഞാൻ ഇട്ടപ്പോൾ. അപ്പം ഇനി കളയണമെന്നുണ്ടെങ്കിൽ ഒരു മണിയാവണം. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് പോരാണ്ട് വന്നിട്ടാ. ഞാനപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ ചെയ്തിട്ടില്ലേ, എപ്പോഴും കുറച്ച് മുടിയെടുത്തല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് ഇതപ്പോൾ എനിക്ക് എന്തുമാത്രം ക്വാണ്ടിറ്റി ഇനിയിപ്പോൾ എനിക്ക് മനസ്സിലായി. ഇത്രയും നേരം
നമുക്ക് എങ്ങനെയാണത് എത്ര എടുക്കണമെന്നൊന്നും അറിയില്ലായിരുന്നേ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എന്തെങ്കിലും കൊണ്ടങ്ങ് തുടച്ചു കൊടുത്താൽ മതിയേ. ആയേക്കണ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പം ഇനി എത്ര പ്രാവശ്യം എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം. ഞാൻ എൻ്റെ കൈയൊക്കെ ഒന്ന് കഴുകിക്കളയട്ടെ. എൻ്റെ അമ്മച്ചി ഇത് നോക്കി. അപ്പോൾ നമുക്കിനി 2 മണിക്കൂറിന് ശേഷം കാണാമേ. മുടി നല്ല സോഫ്റ്റാവും, നമുക്ക് നല്ല കളറും കിട്ടും. ഓക്കെ, അപ്പോൾ 2 മണിക്കൂറായിട്ട് കാണാം. അപ്പം ഞാൻ മുടിയെല്ലാം വാഷ് ചെയ്ത് വന്നേ. നമ്മുടെ ഹെയർ കളർ ചെയ്യാനായിട്ട് പുരട്ടിയ നമ്മുടെ ഹെന്നെല്ലാം കളഞ്ഞു നല്ല. അപ്പം മുടി എന്താ പറയുക, ഭയങ്കര ചകിരി പോലെ ഒന്നും ഇരിപ്പില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ അകത്ത് ബീറ്റ്റൂട്ടാണ് ഇതിൽ അരച്ച് ചേർത്തേക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മുടിയൊന്നും അങ്ങനെ ഫ്രഷി ആയിട്ടൊന്നും ഇരിക്കത്തില്ല. അപ്പം പിന്നെ അത് കൂടാണ്ട് നമുക്ക് ബീറ്റ്റൂട്ടിൻ്റെ നീര് കളർ കിട്ടാനും ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ അത് ചെയ്ത് കഴിഞ്ഞു. അപ്പം നിങ്ങൾക്കിപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ നമുക്ക് കളർ കിട്ടിയത് കാണാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് നല്ലതായിട്ട് ചേഞ്ച് ഉണ്ട്. അതായത് നമ്മുടെ നരച്ച മുടി ഉണ്ടെങ്കിൽ അതും ബ്രൗൺ കളറാവും. അല്ലാത്ത മുടി നമ്മുടെ ഭയങ്കര ബ്ലാക്ക് കളറില്ലേ മുടിയുടെ, അത് മാറ്റി ഒരു ബ്രൗണിഷ് കളറാവും. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. ഞാനിത് അങ്ങനെ ചെയ്തിട്ടില്ല. ഞാനെപ്പോഴും നമ്മൾ ഡൈയുടെ ഇതിന് ആവശ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് നമ്മുടെ ഇവിടെ മാത്രമേ ഇടാറുള്ളൂ. പക്ഷേ ഞാൻ മുടിയുമ്പോൾ മുഴുവൻ ചെയ്ത് നോക്കി, നല്ല റിസൾട്ടാണ്, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ മുടിയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മുടി കളർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലൊരു മാർഗ്ഗമാണ്. പുറത്തു പോയി അങ്ങനെ നമ്മൾ കെമിക്കൽ ഡൈ ഒന്നും കെമിക്കൽ കളറൊന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇത് എനിക്ക് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻറ്റൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം. അപ്പോൾ അത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. മുടി ഒന്നാമത് സോഫ്റ്റും ആയി, പിന്നെ ആണെങ്കിൽ നമുക്ക് നല്ല ആ ഒരു ചെറിയൊരു ബ്രൗൺ കളറും കൂടി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ.